ടെസ്റ്റിൽ നിന്ന് വിരമിക്കൽ പ്രഖ്യാപിച്ച വിരാട് കോഹ്ലിയുടെ ടെസ്റ്റ് കരിയറിനെയും ക്യാപ്റ്റൻസിയെയും പ്രശംസിച്ച് ഇംഗ്ലണ്ട് മുൻ ക്യാപ്റ്റൻ മൈക്കൽ വോൺ. വിരാട്ടിൻ്റെ വിരമിക്കൽ തന്നെ ഞെട്ടിച്ചു കളഞ്ഞെന്നും കഴിഞ്ഞ 30 വർഷത്തിലേറെയായി ടെസ്റ്റ് ക്രിക്കറ്റിന് വലിയ സംഭാവന ചെയ്ത താരമാണ് വിരാട്ടെന്നും വോൺ പറഞ്ഞു. കൂടാതെ വിരാട് കോഹ്ലിയുടെയും MS ധോണിയുടെയും ടെസ്റ്റ് ക്യാപ്റ്റൻസിയിലെ വ്യത്യാസത്തെക്കുറിച്ചും വോൺ സംസാരിച്ചു. വിരാട് കോഹ്ലി ടെസ്റ്റ് ക്രിക്കറ്റിൽ നിന്ന് വിരമിച്ചെന്നറിഞ്ഞപ്പോൾ ഞാൻ ഞെട്ടിപ്പോയി. അതിൽ എനിക്ക് സങ്കടമുണ്ട്. കഴിഞ്ഞ 30 വർഷത്തിലേറെയായി ടെസ്റ്റ് ക്രിക്കറ്റിൽ വിരാട്ടിനേക്കാൾ കൂടുതൽ സംഭാവന നൽകിയ മറ്റൊരു ക്രിക്കറ്റ് കളിക്കാരനുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല, വോൺ പറഞ്ഞു. ഒരു പതിറ്റാണ്ട് മുമ്പ് വിരാട് കോഹ്ലി ഇന്ത്യൻ ടീമിൻ്റെ നായകസ്ഥാനം ഏറ്റെടുത്തപ്പോൾ ഇന്ത്യക്ക് ടെസ്റ്റ് ക്രിക്കറ്റിനോടുള്ള താൽപ്പര്യം നഷ്ടപ്പെട്ടുവെന്ന് ഞാൻ ഭയപ്പെട്ടിരുന്നു. MS ധോണി മികച്ച വൈറ്റ് ബോൾ കളിക്കാരിൽ ഒരാളായിരുന്നു. പക്ഷേ ഫോർമാറ്റിനെ ഇഷ്ടപ്പെടാത്ത ഒരു ടെസ്റ്റ് ടീമിനെ അദ്ദേഹം നയിച്ചതുപോലെയാണ് തോന്നിയത്. റെഡ് ബോൾ ക്രിക്കറ്റിൽ ഇന്ത്യ മികച്ച പ്രകടനം കാഴ്ചവെക്കേണ്ടത് ഗെയിമിനാവശ്യമായിരുന്നു. ക്യാപ്റ്റൻ എന്ന നിലയിൽ വിരാട് ചെയ്തതും അതാണ്, മുൻ ഇംഗ്ലീഷ് നായകൻ വ്യക്തമാക്കി. കോഹ്ലിയുടെ അഭിനിവേശവും കഴിവും ടെസ്റ്റ് ക്രിക്കറ്റ് എല്ലായ്പ്പോഴും ഉന്നതിയിലാണെന്ന തരത്തിൽ അദ്ദേഹം സംസാരിക്കുന്ന രീതിയുമെല്ലാം ടെസ്റ്റ് ഫോർമാറ്റിന് വലിയൊരു മുതൽക്കൂട്ടായിരുന്നു. അദ്ദേഹം ഇല്ലായിരുന്നെങ്കിൽ ടെസ്റ്റ് ക്രിക്കറ്റ് വളരെ വിരസമായ ഒരു ഫോർമാറ്റാകുമായിരുന്നു, വോൺ കൂട്ടിച്ചേർത്തു. ഇന്ത്യയുടെ മുൻ നായകനായ വിരാട് ടെസ്റ്റ് ക്രിക്കറ്റ് മതിയാക്കുവാണെന്ന വാർത്ത ഏറെ വിഷമത്തോടെയാണ് ആരാധകർ ഏറ്റെടുത്തത്. ഇന്ത്യയുടെ വെള്ളക്കുപ്പായത്തിൽ 14 വർഷത്തെ ഐതിഹാസിക കരിയറിനാണ് വിരാട് ഇന്ന് വിരാമമിട്ടത്. ഇൻസ്റ്റഗ്രാമിൽ പങ്കുവച്ച കുറിപ്പിലൂടെയാണ് ടെസ്റ്റ് ക്രിക്കറ്റിൽ നിന്ന് വിരമിക്കുന്ന കാര്യം ഇന്ത്യയുടെ മുൻ നായകൻ ആരാധകരെ അറിയിച്ചത്. ബുദ്ധിമുട്ടിയാണെങ്കിലും കൃത്യമായ തീരുമാനം എടുക്കുന്നുവെന്നാണ് കോഹ്ലി സോഷ്യൽ മീഡിയയിൽ കുറിച്ചത്. ടെസ്റ്റ് കരിയറിലേക്ക് ഒരു പുഞ്ചിരിയോടെ മാത്രമാണ് തിരിഞ്ഞു നോക്കാൻ കഴിയുകയെന്നും 123 ടെസ്റ്റുകൾ നീണ്ട കരിയറിൽ താൻ പൂർണ്ണ തൃപ്തനാണെന്നും കോഹ്ലി വിരമിക്കൽ കുറിപ്പിൽ എഴുതി.